വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DTPക്ക് ആവശ്യമായിട്ടുള്ള ഈ പേജ് മേക്കർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ടൂളിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ ടൂളിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ടൂൾ ബോക്സ് നോക്കിയാൽ മനസ്സിലാകും. അതിനകത്തൊരു മൂവ് ടൂളുണ്ട്. നമ്മൾ പിക്ക് ടൂൾ, മൂവ് ടൂൾ എന്നൊക്കെ പറഞ്ഞ് പേരിൽ പഠിച്ചിട്ടുള്ള ആ ടൂളുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ടെക്സ്റ്റ് ടൂളുണ്ട്, പിന്നെ റൊട്ടേഷൻ ടൂള്, ക്രോപ്പ് ടൂള്, അങ്ങനെ കുറച്ച് ടൂൾസ് ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ടെക്സ്റ്റ് ടൂളിനെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ടൂൾ ഇങ്ങനെ പേജിൽ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. പേജിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ ഒരു കഴ്സർ നിന്ന് ബ്ലിങ്ക് ചെയ്ത് കാണുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി പേജിനെ സൂം ചെയ്ത് വെക്കാം. നമുക്ക് ഈ പേജിനെ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+ ചെയ്താൽ മതി. നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ Ctrl+ ചെയ്താൽ പേജ് സൂമായി കിട്ടും. Ctrl- ചെയ്താൽ സൂം ഔട്ടായിട്ടും ഇങ്ങനെ കിട്ടും. അപ്പോൾ സൂം ഇൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് Ctrl+ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ പേജ് ഇതേപോലെ വലുതായിട്ട് കിട്ടും. ഇനി ഈ പേജിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ഞാൻ പറഞ്ഞു, നീക്കി കാണാൻ വേണ്ടിയിട്ട് ഈ ഹാൻഡ് ടൂൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഈ ഹാൻഡ് ടൂൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടൂളിൽ, ഇപ്പോൾ ഈ പോയിന്റ് ടൂളിൽ, അതായത് മൂവ് ടൂളിൽ നിൽക്കുകയാണെങ്കിൽ മൂവ് ടൂളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഹാൻഡ് ടൂൾ സിമ്പൽ പെട്ടെന്ന് ഇവിടെ വന്ന് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, ടൂൾ ബോക്സിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. പകരം നമ്മൾ കീബോർഡിൽ Alt കീ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. Alt കീ വിട്ട് കഴിഞ്ഞാൽ ആ പഴയ ടൂളിൽ തന്നെ പോകും. അപ്പോൾ എളുപ്പം നമുക്ക് ആ പേജിനെ ഇങ്ങനെ ഫുള്ള് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂൾ എന്ന് പറയുന്നത് Alt പ്രസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക. Alt പ്രസ് ഏത് ടൂൾ, ഈ ടൂൾ കാണുന്ന ടെക്സ്റ്റ് ടൂൾ ആയിരുന്നാലും ഏത് ടൂളിൽ വന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് ഹാൻഡ് ടൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് Alt പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. Alt വിട്ട് കഴിഞ്ഞാൽ പഴയതുപോലെ ആവുകയും ചെയ്യും, ആ ടൂളിലേക്ക് എത്തുകയും ചെയ്യും. ഇനി നമ്മൾ ടെക്സ്റ്റ് ടൂൾ എന്താണെന്ന് നോക്കുന്നു. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തു. ഞാനത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ നിർത്തുന്നു. വെറുതെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ചെന്ന് നിൽക്കുക. നമുക്കതിനേക്കാളും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റിൽ തന്നെ ആ കഴ്സർ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കഴ്സർ നിന്ന് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ കഴ്സർ പോയിന്റ്, ടെക്സ്റ്റ് ടൂളിൻ്റെ കഴ്സർ പോയിൻ്റാണ് അവിടെ നിന്ന് ബ്ലിങ്ക് ചെയ്യുന്നത്. നമുക്കിനി അവിടെ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് നോക്കാം. എന്താണ് കേരള എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ കേരള എന്ന് പറയുന്ന ഈ വേർഡ്, ഇതിനെ നമ്മൾ കഴിഞ്ഞ ഫോട്ടോഷോപ്പിൻ്റെയും കോറൽ ഡ്രോയിലൊക്കെ ഓപ്ഷൻ പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് രീതിയിൽ ഇതിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ഈ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് തന്നെ നമുക്കിതിനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതല്ലാതെ പിന്നെ ഈ ടൂൾ കൊണ്ട്, ഈ മൂവ് ടൂൾ കൊണ്ട് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ മൂവ് ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ഈ രണ്ട് സെലക്ഷൻ പോയിന്റ് മുകളിലും താഴെയുമായിട്ട് കാണാം. അതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത, ഈ മൂവ് ടൂളിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇതിൻ്റെ സെലക്ഷൻ, ഈ മുകളിലും താഴെയായിട്ട് കാണുന്ന ഈ സെലക്ഷൻ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും സെലക്ഷൻ പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ സെലക്ഷൻ, ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ആ സെലക്ഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സെലക്ഷനിലേക്ക് അതിനെ ചെറുതാക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും സെലക്ഷൻ ഇതിൻ്റെ ആവശ്യമില്ല, ഈ ടെക്സ്റ്റിന് ആവശ്യമില്ല. നമുക്ക് കുറച്ച് പോർഷനെ നമുക്ക് ഈ ടെക്സ്റ്റിന് ആവശ്യമുള്ളൂ. അപ്പോൾ ആ പോർഷനിലേക്ക് നമുക്ക് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഇനി കൂടുതൽ സെലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വലിച്ചു വിടുകയും ചെയ്യാം. ഇതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വേർഡ് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് പേജിൽ ക്ലിക്ക് ചെയ്ത് ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മൂവ് ടൂൾ എടുത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും ചെയ്യാം. രണ്ട് വശത്തും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടും. ഈ സെലക്ഷൻ നമുക്ക് മറ്റൊരിടത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇത് എഡിറ്റിങ്ങിനുള്ള സെലക്ഷനാണ്, മറ്റേതങ്ങനെയല്ല, പ്ലേസ് ചെയ്യാനുള്ള സെലക്ഷനാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സെലക്ഷൻ നമുക്ക് ഈ ടൂൾ എടുത്തിട്ട്, ഈ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നോക്കുക, കൺട്രോൾ പാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ കൺട്രോൾ പാലറ്റിന് ഞാനതിനെ ക്ലിക്ക് ചെയ്ത് ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുവയ്ക്കാം.
മാത്രമല്ല അതിൻ്റെ മുകളിൽ കാണുന്ന ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ്. തിരിച്ച് നമുക്ക് ഇത് എടുക്കേണ്ടത് മൂവ് ടൂൾ എടുത്ത ശേഷം ബിറ്റോയിൽ പോയിട്ട് ഇതവിടെ ഷോ കൺട്രോൾ പാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കൺട്രോൾ പാലറ്റ് വീണ്ടും നമുക്ക് തിരിച്ച് കിട്ടും. അതുപോലെ തന്നെ ഈ ടൂൾ ബോക്സ് ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇതാ കണ്ടില്ലേ ഹൈഡ് ടൂൾസ്, നമുക്ക് ടൂൾ ബോക്സ് അവിടെ കാണണ്ടെങ്കിൽ ഹൈഡ് ടൂൾസ് കൊടുക്കുക. എന്നാൽ തിരിച്ച് കിട്ടാൻ വേണ്ടി ഷോ ടൂൾസ് കൊടുക്കുക. അതുപോലെ തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കൺട്രോൾ പാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ കൺട്രോൾ പാലറ്റിന് ഇവിടെ കാണുന്നില്ല എങ്കിൽ നമുക്ക് വിൻഡോസിനുള്ളിൽ പോയിട്ട് അത് സെലക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് വേണ്ട എങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്ത് കളയാനുള്ള ഇൻറ്റു മാർക്കും ഉണ്ട്. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഈ കൺട്രോൾ പാലറ്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് താഴെയോ മുകളിലോ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. അതുപോലെ തന്നെ ടൂൾ ബോക്സിൽ കാണുന്ന ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്ത്, ബ്ലൂ കളറിലാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്രീൻ കളർ പേജ് മേക്കറിൻ്റെ ലോഗോയിലല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. മുകളിൽ കാണുന്ന ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അതിനെ മാറ്റി വെക്കാൻ പറ്റും. സാധാരണ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും ആ ടൂൾ ബോക്സ് കാണുക. നമുക്ക് സൗകര്യം ഇവിടുന്ന് എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ടൂൾ ഇട്ടിരിക്കുന്നത്. എല്ലാ സോഫ്റ്റ്വെയറിലും മിക്കവാറും ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ ടൂൾ ബോക്സ് വരിക. അതുപോലെ തന്നെയാണ് ഇവിടെയും ടൂൾ ബോക്സ് ലെഫ്റ്റ് സൈഡിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ പാലറ്റ് ഞാനിപ്പോൾ ഈ ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഈ ടെക്സ്റ്റിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ കൺട്രോൾ പാലറ്റ് ആക്റ്റീവ് ആകുന്നത്. ആ കൺട്രോൾ പാലറ്റിൽ ആ ടെക്സ്റ്റിനെ സംബന്ധിക്കുന്ന ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള മുഴുവൻ ഓപ്ഷനുകളും ആ കൺട്രോൾ പാലറ്റിൽ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ നേരെ മൂവ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷനൊക്കെ പോവുകയും ചെയ്യും. പിന്നെ ഇത് പ്ലേസിങ്ങിലുള്ള ഓപ്ഷനാണ്, സെലക്ഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ടൂൾ എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. ഈ കേരള എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കൺട്രോൾ പാലറ്റിലേക്ക് നോക്കുക, അവിടെ ഒരു ടി എന്ന് പറയുന്നൊരു സിമ്പൽ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു സിമ്പൽ കൂടെ കാണാം. അത് നമുക്ക് പേജിനെ അലൈൻ ചെയ്യുന്നതിനുള്ള, അതായത് മാറ്റർ അലൈൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ മുകളിൽ ടി എന്ന് പറയുന്നത് ആ ലെറ്ററിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എഡിറ്റ് ചെയ്ത മാറ്ററിനെ അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ടി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടി എന്നിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആദ്യം സെലക്ട് ചെയ്ത് ഇതേപോലെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ അതിൻ്റെ ഫോണ്ട് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട്. ടൈംസ് ന്യൂ റോമൻ എന്നാണ് ആ ഫോണ്ടിൻ്റെ പേര്. ഓക്കെ, മനസ്സിലാവും നമുക്ക്, ടൈംസ് ന്യൂ റോമൻ. അപ്പോൾ ഈ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്നത് ഈ ഫോണ്ടിൻ്റെ പേരാണ്. ഈ കാണുന്ന കേരള എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ വലുതാക്കാൻ വേണ്ടിയിട്ട് ടൈംസ് ന്യൂ റോമൻ്റെ തൊട്ടടുത്തായി 12 എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ 12 എന്ന് പറയുന്ന ഫോണ്ടിൻ്റെ സൈസാണ്. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടി ഒരു വലിയ സൈസിലേക്ക്, ഞാനൊരു 30 എന്ന് പറയുന്ന സൈസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 30 എന്ന് പറയുന്ന അളവിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇനി ആ ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ടൈംസ് ന്യൂ റോമനാണ് ഫോണ്ടിൻ്റെ പേര്. ഫോണ്ടിൻ്റെ അളവ് 30 ആണ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് 72 വരെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടുതൽ ഇപ്പോൾ 72 എന്ന അളവിലേക്ക് മാറി. ഇനി ഇതിലും കൂടുതൽ വലിയ അളവിലേക്ക് മാറണമെങ്കിൽ ഇവിടെ നമുക്ക് ആവശ്യമായ അളവ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 100 എന്ന് പറയുന്ന ഫോണ്ട് സൈസിലേക്ക് മാറണം, അത്രയും വലിയ സൈസ് ഫോണ്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ഫോണ്ടിന് നമ്മൾ അവിടെ 72 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാം, ആ 72നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഈ മൗസിൻ്റെ പോയിന്റ് കൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ 100 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ 100 എന്ന അളവിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് ലെറ്റർ ഒന്നിൻ്റെ പുറത്ത് ഒന്നുകൂടെ ഇങ്ങനെ കയറി വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ ഈ മൂവ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മനസ്സിലാവും ഇവിടെ സെലക്ഷൻ കുറവാണ്. ആ സെലക്ഷനുള്ളിൽ ആ വലിയ ഫോണ്ട് നിൽക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഈ സെലക്ഷൻ ഇങ്ങോട്ട് നീക്കി വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ കറക്റ്റ് സൈസിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയും ഇങ്ങോട്ട് വരാനുണ്ട്. അത്രയും അളവിലേക്ക് ഉള്ള ഫോണ്ടിനെയാണ് നമ്മൾ ചെറിയ സെലക്ഷനുള്ളിൽ നിന്ന് കണ്ടത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ സെലക്ഷൻ നീട്ടി കൊടുത്താൽ മതി. ആ സെലക്ഷൻ പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കാനും കണ്ടില്ലേ, വീണ്ടും പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലുതാക്കാനും സൗകര്യമുണ്ട് നമുക്ക്. ഇത്രയും സൈസ് വേണ്ട. ഇപ്പോൾ ഞാൻ അല്പം സൈസ് കുറയ്ക്കുകയാണ്. ടെക്സ്റ്റ് ടൂളെടുത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അല്പം കുറയ്ക്കാം. എത്ര, ഒരു 24ലേക്ക് ഇതിനെ കുറയ്ക്കാൻ ചെയ്യുന്നത്. നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് 24ൻ്റെ ഫോണ്ട് സൈസിന് എത്രയും സെലക്ഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുതാക്കി സെലക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പേജിന് പുറത്തേക്ക് കഴിയുന്നതും സെലക്ഷൻ പോകാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്തു.
സെലക്ട് ചെയ്തിട്ട് നേരെ ഞാൻ വന്നിട്ടുള്ളത് ഇതാ ഫോണ്ടിൻ്റെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞു 24 ആണ്. ഫോണ്ടിൻ്റെ പേര് ടൈംസ് ന്യൂ റോമൻ എന്നാണ്. ഇനി അത് മാറ്റണമെങ്കിൽ ആ ആരോ മാർക്കർ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ നിറച്ച് ഫോണ്ടുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഫോണ്ടുകളുണ്ട്. മലയാളത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മലയാളത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലുള്ള ഫോണ്ട് നമുക്ക് ഇനിയും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഏരിയൽ എന്ന് പറയുന്നൊരു ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഏരിയൽ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കണ്ട മോഡൽ ഫോണ്ടല്ല, ഇപ്പോൾ അതിൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഇനി ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന വീണ്ടും ഒരു ഫോണ്ടുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടെ തിക്നെസ് ഉള്ള ഒരു ഫോണ്ടിൻ്റെ സൈസിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റുന്നതിനും അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ പേര് മാറ്റുന്നതിൻ്റെ സ്റ്റൈൽ മാറ്റുന്നതിനുള്ള സെലക്ഷനാണ് ഈ ടെക്സ്റ്റ് ടൂൾ കൊണ്ടുള്ള സെലക്ഷൻ. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഓപ്ഷൻസ് അതിനകത്ത് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ടൈംസ് ന്യൂ റോമൻ ആണ്. അപ്പോൾ ഇവിടെ ടി എന്ന് ക്ലിക്ക് ചെയ്താൽ കുറേ ടിയുമായിട്ട് ബന്ധപ്പെട്ട ഫോണ്ടുകൾ ഇവിടെ വരും. അതിൽ നിന്ന് നമ്മൾ ടൈംസ് ന്യൂ റോമൻ സെലക്ട് ചെയ്യും. ഇതൊരു നോർമൽ സ്റ്റൈലിലാണ് ഈ ഫോണ്ട് ഇപ്പോൾ കാണുന്നത്. എല്ലാ സിസ്റ്റത്തിലും നമ്മൾ സാധാരണ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഫോണ്ടാണ് ഈ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഫോണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ മാറ്റി കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഫോണ്ടിൻ്റെ സൈസിലേക്കും അതുപോലെ തന്നെ പേരുകളിലൊക്കെ സ്റ്റൈലൊക്കെ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ മാറ്റുന്നില്ല, ടൈംസ് ന്യൂ റോമനിൽ തന്നെ നിർത്തിക്കൊണ്ട് പറയുകയാണ്. ഇത് നോർമലായിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഇനി ഇതിനെ ബോൾഡ് ആക്കണമെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് ഉള്ള ഒരു ഫോണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ ടെക്സ്റ്റ് ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ടെക്സ്റ്റ് ടൂൾ കൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഈ ടൈംസ് ന്യൂ റോമൻ എന്ന് കാണുന്ന ആ ടൈംസ് ന്യൂ റോമൻ എന്ന് കാണുന്നതിൻ്റെ ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് ബി എന്ന് കാണാം. അതായത് ഈ ലെറ്ററിനെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ ഓരോ ലെറ്ററും ബോൾഡായിട്ട് മാറും. ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ അല്പം തിക്നെസ് കൂടി, അതായത് ബോൾഡാക്കി മാറിയിട്ടുണ്ട്. ഇനി അത് വേണ്ട എങ്കിൽ അതേ ഓപ്ഷനിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ ഈ സെലക്ഷൻ ഉണ്ടായിരിക്കണം. സെലക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നിറച്ച് ഇതേപോലെയുള്ള ഫോണ്ടുകൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഏതിനാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അങ്ങനെ മാറ്റം വരുത്തേണ്ടത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു, ബോൾഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബോൾഡായിട്ട് മാറി. ഇനി ആ സെലക്ഷൻ മാറ്റണമെങ്കിൽ നമ്മൾ ഈ ടൂൾ എടുത്താൽ മതി. മൂവ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. വീണ്ടും ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ബോൾഡിനെ മാറ്റുന്നു. ബോൾഡ് വേണ്ട. ഇനി ഇറ്റാലിക്സിലാണ് വേണമെങ്കിൽ തൊട്ടടുത്ത ഓപ്ഷൻ കാണുന്നത് ഇറ്റാലിക്സ് ആണ്. ഇറ്റാലിക്സിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ഇറ്റാലിക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴും സെലക്ഷൻ ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇറ്റാലിക്സിലാണ് നിൽക്കുന്നത്. ഇറ്റാലിക്സ് വേണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി തൊട്ടടുത്ത ഓപ്ഷൻ കാണുന്നത് അണ്ടർലൈൻ ആണ്. അപ്പോൾ ഈ വേർഡിന് ഒരു അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു അണ്ടർലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് മൂവ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ ഒരു അണ്ടർലൈൻ ഇവിടെ ആ വേർഡിന് വന്നിട്ടുണ്ട്. വീണ്ടും ടെക്സ്റ്റ് ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യുന്നു. തൊട്ടടുത്ത ഓപ്ഷൻ അണ്ടർലൈൻ വേണ്ടെങ്കിൽ ആ ഇതേപോലെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് റിവേഴ്സാണ്. റിവേഴ്സ് ഞാൻ പറയാം. റിവേഴ്സ് പറയണമെങ്കിൽ വേറെ കുറച്ച് ടൂൾസ് കൂടെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അങ്ങനെ നിന്നോട്ടെ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലെറ്ററിൻ്റെ കൂടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ലെറ്ററിൻ്റെ പുറത്തോട്ട് ഒരു ലൈൻ ഇങ്ങനെ വരും. ഈ സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഒരു 1000 രൂപയാണ് എങ്കിൽ 1000 എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇതേപോലെ ഉദാഹരണത്തിന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ 1000 രൂപ എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒരു വെട്ടും കാണുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതിനർത്ഥം 1000 രൂപ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ 1000 രൂപയല്ല. വീണ്ടും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ യഥാർത്ഥ പ്രൈസ് ഇപ്പോൾ ഒരു 570 രൂപ. ഇപ്പോഴത്തെ പ്രൈസ് 570 രൂപയാണ് ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ 1000 രൂപയായിരുന്നു നേരത്തെ, ഇപ്പോൾ റിഡക്ഷൻ ഉണ്ട്, ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ആ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 570 എന്ന് സൂചിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലുള്ള സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും ഫോണ്ടിലേക്ക് വരുന്നുണ്ട്. ഫോണ്ട് സെലക്ട് ചെയ്തു. ആ സ്ട്രൈക്ക് ത്രൂ എനിക്ക് മാറ്റണമെങ്കിൽ അതേ ഓപ്ഷനിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി സ്മോൾ ക്യാപ്സും അതുപോലെ തന്നെ
സ്മോൾ ക്യാപ്സും ഓൾ ക്യാപ്സും ഉണ്ട്. നമുക്ക് സ്മോൾ ക്യാപ്സ് എന്താണെന്ന് നോക്കാം. ഈ തൊട്ടടുത്ത സി ഒരു വലിയ സിയും ഒരു ചെറിയ സിയും അവിടെ കാണുന്നുണ്ട്. അതിൽ ചെറിയ സിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വലിയ സിയിലും ക്ലിക്ക് ചെയ്യുന്നു. ഒരു മാറ്റവും ഇവിടെ നമ്മൾ സംഭവിച്ചിട്ടില്ല. അത് ചെയ്യേണ്ടത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ കേരള എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഉണ്ടല്ലേ? ഇപ്പോൾ കേരള എന്ന് ഞാൻ സ്മോൾ ലെറ്ററിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ, അതിനെയും കൂടെ വേണമെങ്കിൽ സ്മോൾ ലെറ്റർ ആക്കാം. ഇവിടെ ഓൾ ക്യാപ്സ് ഓണായി കിടക്കുന്നത്. ഇപ്പോൾ അതിനെയും കൂടി ഞാൻ സ്മോൾ ലെറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കേരള എന്ന് പറയുന്ന വേർഡിനെ ഇനി ഓൾ ക്യാപ്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും. വേണ്ട എങ്കിൽ അതേ ഓപ്ഷനിൽ തന്നെ തിരിച്ച് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഈ ചെറിയ ക്യാപിറ്റൽ ലെറ്റർ, അതായത് നമ്മൾ നേരത്തെ കണ്ട അത്രയും വലിപ്പത്തിലുണ്ടാവില്ല, ചെറിയ രീതിയിലുള്ള ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറ്റണമെങ്കിൽ ഇവിടെ സ്മോൾ ക്യാപ്സ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ? ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കെ മാത്രം ഓൾ ക്യാപ്സ് കൊടുത്തു, വലിയ ലെറ്റർ കൊടുത്തു. എന്നിട്ട് ഈ ERALA എന്നുള്ള അത്രയും മാത്രം സ്മോൾ ക്യാപ്സ് കൊടുത്തു. ഇപ്പം മനസ്സിലായ വ്യത്യാസം? ഫസ്റ്റ് ലെറ്റർ മാത്രം ഓൾ ക്യാപ്സിൽ നിൽക്കുകയും ബാക്കിയുള്ളതെല്ലാം സ്മോൾ ക്യാപ്സിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി സ്മോൾ ലെറ്ററിൽ എഴുതിയതിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കാനും നമുക്ക് ഈ ഓൾ ക്യാപ്സ് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഈ രണ്ട് ഓപ്ഷനുകളും ഇതിനകത്ത് വർക്കൗട്ട് ആകുന്നത്. വീണ്ടും അതേ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്തു, നേരത്തെ പോലെ നിർത്തിയിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റുമാണ്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഈ രണ്ട് ഓപ്ഷൻസ്, അത് സ്മോൾ ക്യാപ്സും ഓൾ ക്യാപ്സും കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത് വരുന്ന അടുത്ത ഓപ്ഷനാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്റ്റ് എന്നാണ്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാനിവിടെ ഒരു ലെറ്റർ ഇവിടെ എഴുതുകയാണ്, H2O ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. സാധാരണ നമ്മളൊരു വാട്ടറിൻ്റെ ഒരു ഇക്വേഷനാണ്, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ സാധാരണ 2 എന്ന് പറയുന്നത് ഒരല്പം താഴ്ത്തിയാണ് എഴുതാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ആ വേർഡ് മാത്രം സെലക്ട് ചെയ്യണം. മാത്രം സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വേണ്ടെങ്കിൽ നമുക്ക് അതേ വേർഡ് തന്നെ സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി ഇപ്പോൾ 3:2 എന്ന് ആക്കണമെങ്കിൽ നമുക്ക് 32 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രണ്ടിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അത് വേണ്ട എങ്കിൽ അതേ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന അതേ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ പഴയതുപോലെ ആവുകയും ചെയ്യും. ഇതാണ് ഇത്രയും ഓപ്ഷനുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. പേജ് മേക്കറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞ ഇത്രയും ഓപ്ഷൻസ് ഒന്ന് ചെയ്ത് നോക്കുക. മാത്രമല്ല ഇതിന് നമുക്ക് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഫോണ്ട് സൈസ് ഇപ്പോൾ 24 ആണെന്ന് പറഞ്ഞു. 24-ൽ നിന്ന് നമുക്ക് മാറ്റി കുറച്ചുകൂടി ചെറിയ ഒരളവിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ 18 എന്ന് പറയുന്ന അളവിലേക്ക് കുറച്ചുകൂടി മാറ്റിയിട്ടുണ്ട്. ഇനി ആ 18 എന്ന് പറയുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് 21 എന്ന് പറയുന്നൊരു അളവ് ഇവിടെ നിൽപ്പുണ്ട്. 21.6 എന്നാണ് അവിടെ അളവ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ബാക്കി ഇങ്ങോട്ടുള്ള, അതായത് ഈ ടൈംസ് ന്യൂ റോമൻ എന്ന് കാണുന്നതിൻ്റെ ഇപ്പുറത്തോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.